ഷാലോം ടിവിയുടെ സ്കൂൾ ടൈം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ മണപ്പുറം സെന്റ് തെരേസാസ് ഹൈസ്കൂൾ. സ്കൂളിൻ്റെ വിശേഷങ്ങളിലേക്കും കാഴ്ചകളിലേക്കുമൊക്കെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് വേമ്പനാട്ട് കായലിനും ഇടയിലുള്ള കരപ്പുറം എന്ന ചേർത്തലയിലെ മണപ്പുറം എന്ന സുന്ദര ഗ്രാമത്തിന്റെ ചരിത്രം മാത്രമല്ല, CMI സന്യാസാശ്രമത്തിൻ്റെയും കൂടി ചരിത്രമാണ്. ജീവിതത്തെ സംസ്കാര സമ്പന്നമാക്കാൻ വിദ്യാഭ്യാസത്തിനേ കഴിയൂ എന്ന വിശാല വീക്ഷണത്തിലൂടെ വിശുദ്ധ ചാവറയച്ചൻ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയെന്ന രീതിയിലാണ് മണപ്പുറത്ത് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ നാമത്തിൽ മണപ്പുറം CMI ആശ്രമത്തോട് ചേർന്ന് 1938 പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നതിനായി CMI വൈദികർ പ്രൈമറി സ്കൂൾ സ്ഥാപിച്ചത്. എൻ്റെ പേര് ഷാജു സിയാർ. സെന്റ് തെരേസാസ് ഹൈസ്കൂൾ മണപ്പുറത്തെ ഹെഡ്മാസ്റ്ററാണ്. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികൾ ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അതോടൊപ്പം തന്നെ PTA എല്ലാവരും സഹകരിച്ച് രൂപം കൊടുക്കുന്നു. അതിൽ ആത്മാർത്ഥമായിട്ട് പങ്കാളികളാകുന്നു. അതിൻ്റെ ഫലമായിട്ട് വിദ്യാലയത്തിൽ ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മണപ്പുറം സെന്റ് തെരേസാസ് വിദ്യാലയത്തിന് അഭിമാനിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൻ്റെ ഭാഗമാകാനായിട്ട് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഏവരെയും ഈ വിദ്യാലയത്തിൻ്റെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ എഴുതിയ ഒരു നല്ല അപ്പൻ്റെ ചാവരുൾ നാടൻ പാട്ടിൻ്റെ രൂപത്തിൽ. ചേരൻ ചെങ്കുട്ടവന്റെ ചെങ്കോലും കിരീടവും വാണരുളിയ കട്ടകുത്തിപ്പടുത്ത കുട്ടനാട് മിത്രങ്കരി രാമങ്കരി ഭൂതങ്കരി പാണ്ഡങ്കരി ചേന്നങ്കരി കൈനഗരി നാട്ടിൽ നിന്നും സ്വർഗം പൂകിയ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ നല്ലപ്പന്റെ ചവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ, താനിന്നോ തിന്താരോ ദഗ തിന്തായിത്താരോ.
നല്ലപ്പന്റെ നാട്ടില് നെല്ല് വിളയണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് തുണ്ടു വിരിക്കണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് നെല്ല് വിളയണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് തൊണ്ടു പിരിക്കണ നാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് വള്ളങ്ങൾ ഊന്നണ നാട്ടിൽ, കായല് കലമ്പണ നാട്ടില് കുട്ടനാട്ടിൽ, നല്ലപ്പന്റെ നാട്ടില് വള്ളങ്ങൾ ഊന്നണ നാട്ടിൽ, കായല് കരമ്പണ നാട്ടില് കുട്ടനാട്ടിൽ, താനിന്നോ തിന്നാരോ തക തിന്നായിത്താരോ, താനിന്നോ തിന്നാരോ തക തിന്നായിത്താരോ, താനിന്നോ തിന്നാരോ തക തിന്നായിത്താരോ, താനിന്നോ തിന്നാരോ തക തിന്നായിത്താരോ. മക്കളെ നിങ്ങളു ഭാവിയിലൊന്നായി സ്നേഹത്തിൽ ചേർന്നിരിപ്പിൻ, മക്കളെ നിങ്ങളുടെ കുറ്റം കുറവുകൾ തമ്മിൽ പൊറുത്തിടുവിൻ, മക്കളെ നിങ്ങളുടെ ഭാവിയിലൊന്നായി സ്നേഹത്തിൽ ചേർന്നിരിപ്പിൻ, മക്കളെ നിങ്ങളുടെ കുറ്റമുറവുകൾ തമ്മിൽ പൊറുത്തിടുവിൻ, താഴ്മയിലൂടെ നടക്കണമെന്നത് ദൈവത്തിനാശയല്ലേ, സ്വത്തും പണവും അതിന്നു വരും പിന്നെ നാളെയും അസ്തമിക്കും, താഴ്മയിലൂടെ നടക്കണമെന്നത് ദൈവത്തിന്റെ ആശയല്ലേ, സ്വത്തും പണവും അതിന്നു വരും പിന്നെ നാണയം അസ്തമിക്കും, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ. യുക്തനായവന്റെ സമ്പത്തുക്കളെല്ലാം കട്ടവസ്തു പോലെ കത്തി നശിച്ചിടും, ലുപ്തനായവന്റെ സമ്പത്തുക്കളെല്ലാം കട്ടവസ്തു പോലെ കത്തി നശിച്ചിടും, അന്യർക്കുപകാരം ചെയ്യാത്ത ദിനങ്ങൾ ആയുസ്സിന്റെ നീളത്തിൽ എന്നു കുറഞ്ഞിടും, അന്യർക്കുപകാരം ചെയ്യാത്ത ദിനങ്ങൾ ആയുസ്സിന്റെ നീളത്തിൽ നിന്നു കുറഞ്ഞിടും, ഇരുട്ടിലും നടപ്പിലും ഒതുക്കം നീ പാലിച്ചാൽ നിത്യനരകാഗ്നി നിന്നിൽ നിന്നും നീങ്ങും, ഇരുട്ടിലും നടപ്പിലും ഒതുക്കം നീ പാലിച്ചാൽ നിത്യനരകാഗ്നി നിന്നിൽ നിന്നും നീങ്ങും, ദൈവഭയമുള്ള കുടുംബമതല്ലോ ദൈവത്തിന്റെ കുടുംബം ഓർത്തിടണം നിങ്ങൾ, ദൈവഭയമുള്ള കുടുംബമതല്ലോ ദൈവത്തിന്റെ കുടുംബം ഓർത്തിടണം നിങ്ങൾ. നല്ലപ്പന്റെ ചവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ. ആരോടും ദോഷങ്ങൾ മാത്രം നീ പറഞ്ഞിട്, ആ ദോഷം നിന്റെ വീടിന്റെ മേൽ ശിക്ഷയായി മാറും, ആരോടും നന്മകൾ മാത്രം നീ പറഞ്ഞിട്, ആ നന്മ നിന്റെ വീടിന്റെ മേൽ രക്ഷയായി മാറും, മൂത്തോരെയും മേലാളരെയും മാനിക്ക വേണം, വിലയ്ക്ക് കൂലി കൊടുക്കണം അന്തിക്കു മുമ്പേ, അന്തിക്ക് സന്ധ്യാമണീശ്വരം കേൾക്കണ നേരം എല്ലാരും ഒന്നിച്ചൊരുമിച്ചു പ്രാർത്ഥിക്ക വേണം, അന്തിക്ക് സന്ധ്യവാണി സ്വരം കേൾക്കണ നേരം എല്ലാരും ഒന്നിച്ചൊരുമിച്ചു പ്രാർത്ഥിക്ക വേണം, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്താരോ, നല്ലപ്പന്റെ ചാവരുളേ തിന്തിമി തിന്താരോ. നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ ചോരയും സ്നേഹവുമാണല്ലോ നിങ്ങൾ, നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗസമാനം, ദൈവത്തിന്റെ
ശത്രുതയില്ലാത്തതാണല്ലോ ഭാഗ്യം. തമ്മിൽ തമ്മിൽ സ്നേഹിപ്പതല്ലോ നമ്മുടെ ഭാഗ്യം. തമ്മിൽ തമ്മിൽ ശത്രുതയില്ലാത്തതാണല്ലോ ഭാഗ്യം. നല്ലപ്പന്റെ ചാവരുളെ തിന്നാലോ, നല്ലപ്പന്റെ ചാവരുളെ തിന്തി വിറ്റുന്നാലോ, നല്ലപ്പന്റെ ചാവരുളെ തിന്നാലോ, നല്ലപ്പന്റെ ചാവരുളെ തിന്തി വിറ്റുന്നാലോ. ചാവറപ്പിതാവിൻ മനനങ്ങും നിന്നും ഏരം തിങ്ങി നിറയും കേരളത്തിനും. ചാവറപ്പിതാവിൻ മനനങ്ങും നിന്നും കേരളിങ്ങി നിറയും കേരളത്തിനും. പരിശുദ്ധ റോമാ നഗരമായി മാറാൻ ചാവറപ്പിതാവേ ഇതുണയ്ക്കതാരാ. പരിശുദ്ധ റോമാ നഗരമായി മാറാൻ ചാവറപ്പിതാവേ നീ തുണയ്ക്കതാരാ. തന്നിന്നാലോ ദാനോ, 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 തന്നിന്നാലോ ദാനോ. കുട്ടികളുടെ ക്രിയാശേഷിയുടെ വളർച്ചയ്ക്കും തുടർച്ചയ്ക്കും ഉതകുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുള്ള വിശാലമായ പ്ലേ ഗ്രൗണ്ടിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ കോർട്ടുകൾ ഒരുക്കിയിരിക്കുന്നു. ഈ കളിസ്ഥലങ്ങളിലൂടെ മികച്ചൊരു കായിക സംസ്കാരം വളർത്തിയെടുക്കാൻ ഈ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ബിനു കെ ജോസഫ്. ഒരു പിടി നന്മ എന്ന പദ്ധതിയുടെ ടീച്ചർ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നു. 2023 ഫെബ്രുവരി മാസം 6-ാം തീയതി ഒരു പിടി നന്മ ചിൽഡ്രൻ ഫോർ ആലപ്പി എന്ന പേരിൽ ആലപ്പുഴ ജില്ലാ കളക്ടറായിരുന്ന ബഹുമാനപ്പെട്ട VR കൃഷ്ണതേജ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച ഈ പദ്ധതിയിൽ ഞങ്ങളുടെ സ്കൂളിന് ചുറ്റുപാടുമുള്ള 8 നിർധനരായ കുടുംബങ്ങൾക്ക് സഹായഹസ്തമാകുവാൻ മണപ്പുറം സെൻറ്റ് തെരേസാസ് ഹൈസ്കൂളിന് സാധിച്ചിട്ടുണ്ടെന്നത് ഞങ്ങൾക്ക് ഏറെ ചരിതാർത്ഥ്യമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളിൽ നിന്ന് ഞങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കുന്നു. തുടർന്ന് 2-ാമത്തെ ആഴ്ചയോടുകൂടി ഈ ഭക്ഷ്യവസ്തുക്കൾ ഇത്തരത്തിലുള്ള സഞ്ചികളിലൂടെ നമ്മൾ ഇവരുടെ വീടുകളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇല്ലായ്മയിൽ നിന്നും വല്ലായ്മയിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ മക്കൾ നിറഞ്ഞ മനസ്സോടെ കൊണ്ടുവരുന്ന ഈ ഭക്ഷ്യവസ്തുക്കൾ ഏകദേശം 12-13 ഇനം വീതം ഇവർക്ക് നൽകുവാൻ സാധിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ തീർത്തും അർഹരായ ഏകദേശം 12 കുട്ടികളുടെ വീടുകൾക്കും ഈ സഹായഹസ്തമേകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിശുദ്ധ ചാവറയച്ചൻ പകർന്നു തന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുന്ന CMI സഭയുടെ ഒരു സ്ഥാപനമായ ഞങ്ങളുടെ വിദ്യാലയത്തിൽ വിശുദ്ധ ചാവറയച്ചൻ്റെ പിടിയേരി സമ്പ്രദായം എന്ന ആശയം ഒരു പിടി നന്മ എന്ന പദ്ധതിയിലൂടെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് ഏറെ കൃതാർത്ഥരുമാണ്. ഏകാഭിനയത്തിലൂടെ ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം ധൂർത്തപുത്രന്റെ ഉപമയുമായി മാസ്റ്റർ കൃഷ്ണേശ്വർ. ഇതുവരെ പറഞ്ഞു കേട്ടിട്ടുള്ളതിൽ ഏറ്റവും മനോഹരമായ ഉപമയാണ് ധൂർത്തപുത്രന്റെ ഉപമ. സ്നേഹം ധൂർത്തടിക്കുന്ന പിതാവിനെയാണ് നാം ഇവിടെ കാണുക. ഇതുപോലെ കാത്തിരിക്കുവാനും മകൻ തിരികെ വരുമ്പോൾ സ്വീകരിക്കുവാനും സ്നേഹത്തെ അത്രമാത്രം ആഴത്തിൽ കണ്ട് സ്നേഹം ധൂർത്തടിക്കുന്ന ഇതുപോലുള്ള പിതാക്കന്മാർ ഇന്നീ ലോകത്തുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ലോകം എത്ര മനോഹരമാകുമായിരുന്നു. ഒന്നുകൂടി ധൂർത്തപുത്രന്റെ ഉപമ നമുക്കിവിടെ കാണാം. അപ്പാ അപ്പാ ആ എന്താണ് മോനെ? അപ്പാ, എനിക്ക് വസ്തുവിൽ നിന്നും ലഭിക്കേണ്ട പങ്ക് എനിക്ക് ഇപ്പോൾ തന്നെ കിട്ടണം. എന്തിനാണ് മോനെ അതൊക്കെ കൊണ്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് അതൊക്കെ വിറ്റ് അങ്ങ് ദൂരദേശത്ത് പോയി ജീവിക്കണം. എന്ത് അസംബന്ധമാണ് മകനെ നീ പറയുന്നത്?
അങ്ങ് ദൂരദേശത്ത് പോയി ജീവിക്കണമെന്നോ? അങ്ങനെയൊന്നും വേണ്ട. നീ ഇവിടെ ഞങ്ങളോടൊത്ത് കഴിയുന്നതാണ് നല്ലത്. നിനക്കിവിടെ എന്താണൊരു കുറവുള്ളത്? എന്താണൊരു കുറവുള്ളതെന്നോ? എനിക്കിവിടെ ജീവിക്കാൻ പറ്റൂല, അത്ര തന്നെ. ശരി, ഈ വയസ്സനായ എനിക്ക് സ്വത്തെന്തിന്? ഉള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കുമായി വീതിച്ചു തന്നേക്കാം. അങ്ങനെ ഇളയ മകൻ തൻ്റെ സ്വത്തുമായി ദൂരദേശത്തോട്ട് പോയി. അവിടെ അവൻ തൻ്റെ സ്വത്തുകളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു, അന്യാധീനമാക്കി കളഞ്ഞു. കൂട്ടുകാരുമായി ചേർന്ന് ലഹരി വസ്തുക്കൾക്കും ദുർനടപ്പുകൾക്കുമുള്ള ഉപയോഗം തുടങ്ങി അവൻ തൻ്റെ സ്വത്തുകൾ മുഴുവനും നശിപ്പിച്ചു. അവസാനം സ്വത്തൊക്കെ തീർന്നപ്പോൾ അവൻ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു പന്നികളെ മേയ്ക്കുന്ന കർഷകൻ്റെ അടുത്ത് അഭയം തേടി. വിശപ്പ് സഹിക്കാനാവാതെ അവൻ പന്നികൾക്ക് കൊടുക്കുന്ന വാളവിര തിന്ന് വിശപ്പകറ്റാൻ ആഗ്രഹിച്ചു. അതും അവന് കിട്ടാതായപ്പോൾ അവൻ തൻ്റെ അപ്പൻ്റെ ഭവനത്തെപ്പറ്റി ചിന്തിച്ചു. എൻ്റെ അപ്പൻ്റെ കൂലിക്കാർക്ക് വരെ അപ്പൻ എന്ത് വിശിഷ്ടമായ ഭക്ഷണങ്ങളാണ് നൽകുന്നത്. ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലോട്ട് പോകും. എന്നിട്ട് ഞാൻ അപ്പനോട് മാപ്പ് പറയും. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കാൻ യോഗ്യനല്ല. ഇനി നിന്നിലൊരു കൂലിക്കാരനെ പോലെ എന്നെയും കരുതണമേ. ഹേ വൃദ്ധ്യ, വേഗം എൻ്റെ മകൻ തിരികെ വന്നിരിക്കുന്നു. ഇവന് പുതിയ വസ്ത്രം ധരിപ്പിക്കൂ, കാലിന് ചെരുപ്പും കയ്യിൽ മോതിരവും അണിയിക്കൂ. അപ്പാ, എന്നെ നിന്നിലൊരു കൂലിക്കാരനെ പോലെ കരുതിയാൽ മതി. മകനെ, എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടു പോയിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി. നമുക്കിനി സന്തോഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹേ വൃദ്ധ്യ, വേഗം ഒരു തടിപ്പിച്ച കാളക്കുട്ടി അറുക്കുവിൻ. ആഘോഷങ്ങൾ തുടങ്ങട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ക്ഷമയുടെയും കരുതലിൻ്റെയും സാന്നിധ്യം തിരിച്ചറിഞ്ഞു മുന്നേറുവാൻ ഈ ഉപമ നമ്മെ സഹായിക്കട്ടെ. ഏവർക്കും നന്ദി. സ്കൂളിലെ കുട്ടികളെ സുരക്ഷിതരായി റോഡ് ക്രോസ് ചെയ്യുവാൻ സഹായിക്കുന്നതിനും യാത്രാ സൗകര്യം ഒരുക്കുന്നതിനും സ്കൂൾ സ്റ്റാഫും രക്ഷകർത്താക്കളും വിദ്യാർത്ഥി പ്രതിനിധികളും ചേർന്ന് സുരക്ഷയ്ക്കായി 1 മണിക്കൂർ എന്ന പദ്ധതി നടത്തിവരുന്നു. ക്രിസ്തുദേവനോടുള്ള നമോവാകം ചടുലവും സുന്ദരവുമായ നൃത്തച്ചുവടുകളിലൂടെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു. ആദിശക്തിപതേ വേദനാദസുധേ രാവാഴുമുർവിതൻ ദ്യോതകേ സർവമൂലപ്രകൃതി പ്രജാപതേ തത്വാതീതത്രിയേകനേ
ജഗത് സാക്ഷിയേ മൽപ്രണാമം മൽപ്രണാമം. അജപാലകുലജാതനവനീശ്വരം ഭജതേ സദാ കന്യമറിയാസുരം കരുണാനിലയമേകഭൂരക്ഷകം ഭജതേ സദാ ക്രിസ്തുദേവ പ്രഭും. മതിലേമിലേകതാ ഒരു ഗോഷ്ഠ ജനനം കൈകാൽ കുടഞ്ഞു ചിരിച്ചൊരു പുണ്യം നിജമർത്യ കുലപാപ വൃന്ദാധികരണം ലോകത്തിൻ പാപത്തെ സ്വയമേറ്റ ചരിതം. കാനായി ദേശേ ഭവനമതൊന്നിൽ അതിരുചിരം തിരുമംഗലഘോഷം അതിഥികളധികം ഭോജ്യം തുച്ഛം കിംകരണീയം ഹൃദയ ക്ലേശം. കരുണാമയതവൻ മൊഴിയുന്നു മമ ചാരേ ചടുതി സമാനയ സുജലം ദിവ്യസ്പർശമതൊന്നാൽ ജലമതു ദ്രാക്ഷാരസമായി മാറ്റി ദേവൻ. നിന്റെ കൽപ്പാടുകൾ പിന്തുടർന്നെത്തി 12 പേർ നിന്റെ ശിഷ്യരായി 12 പേരും ഒന്നിച്ചു നീ ലോകത്തിൽ പാപമുക്തിക്കായി അലഞ്ഞലഞ്ഞു 12 പേർക്കും തനിക്കുമൊപ്പം വെള്ളി താമ്പാളത്തിൽ നീ വിളമ്പി ഭോജം അന്തിമ ഭോജന വേളയിലരുളി ഇതിലൊരുവൻ ഒട്ടിക്കൊടുക്കുമെന്നേ. ചുംബനം കൊണ്ട വിജ്ഞാനമേകി ഗുരുവിനെ ഒറ്റിക്കൊടുത്തു ശിഷ്യൻ 30 വെള്ളിക്കാശിനായി ലോകത്തിൽ ആദ്യത്തെ വഞ്ചകനായുദാസ്. മുൾമുടി അണിഞ്ഞും മരക്കുരിശേന്തിയും കാൽവരിയിലെ കഥമതിശന്തയാനം ചാട്ടവർ അടിയേറ്റു പിടയുന്നു നാഥൻ രക്തവും കണ്ണീരും ഒഴുകുന്ന പാത ഓടി വന്നെത്തിയ കണ്ണീരു കൈലേസിലൊപ്പി വൈറോനിക്ക എന്ന പാപം. എന്തത്ഭുതം കൊച്ചു തൂവാലയിൽ പതിക്കുന്നതേ വേഷനിന്തിരുമുഖം. കൈകാലില്ലാഞ്ഞടിച്ചാണി തറച്ച നന്മയെ കുരിശിലേറ്റുന്ന തിന്മ മടിയിൽ മകനെ കിടത്തി വിലാപത്തിൽ മിഴിവാർന്ന പ്രതിമ പോൽ പാവമമ്മ.
ഗിരികൾ പിളർന്നു, വസുന്ധര കുലുങ്ങി, ദേവാലയ തിരശീല കീറി, സ്വർഗീയ ദൂതൻ ഒരാൾ വന്നു കല്ലറ തുറന്നു. മൂന്നാം ദിനം ഉത്ഥാനമായി, ശുഭ്രവസ്ത്രാംഗിത് നിത്യമേഘം പോലെ വാനിലലിഞ്ഞു സ്നേഹമൂർത്തി. കാരുണ്യം ഉടൽ പൂണ്ടൊരു നാഥ യേശുനാഥ, മർത്യന്റെ പാപങ്ങൾ ഹരിച്ച നാഥ യേശുനാഥ, കടലിന്റെ മീതെ നടന്ന നാഥ ശ്രീ യേശുനാഥ, ആരനിക്കഭയമൻ യേശുനാഥ, ലോകയ